ടണൽ അഗ്രോഫാം നഴ്സറി, ചെറുവാഞ്ചേരി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDFന്റെ പുതുയുഗ ജാഥയ്ക്ക് മട്ടന്നൂരിൽ സ്വീകരണം നൽകി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. അസംബ്ലിയിലേക്ക് പല സ്ഥലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അവിടങ്ങളിലെല്ലാം UDF ജയിച്ചു. നമുക്കറിയാം, ഐക്യ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. വൻ ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചു. ചേലക്കര മാത്രം അവര് 38,000 ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്നിടത്ത് അവർക്ക് 12,000 ഭൂരിപക്ഷമായിട്ട് അത് ചുരുക്കാനും സാധിച്ചു. പാർലമെന്റിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വീണ്ടും ബൈ ഇലക്ഷൻ വന്നു. അവിടെയും ജനങ്ങൾ വയനാട്ടിലെ ഭൂരിപക്ഷം 4,10,000 ആക്കി UDFന്റെ കരുത്ത് തെളിയിച്ചു കൊടുത്തു. തലശ്ശേരി റോഡിൽ നിന്നും വാദ്യമേളങ്ങളുടെയും തെയ്യരൂപങ്ങളുടെയും സമേതം ജാഥയെ സ്വീകരിച്ചു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും വി.ഡി. സതീശനെ തോളിലേറ്റിയാണ് പ്രവർത്തകർ സ്റ്റേജിലേക്ക് ആനയിച്ചത്. നമ്മൾ ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കണം. നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു സമഗ്രമായ മാറ്റമുണ്ടാക്കാൻ ഉള്ള വലിയ ഒരു പോരാട്ടത്തിന്റെ നടുവിലാണ്. ഒരു ദശകകാലം നീണ്ടുനിന്ന ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് നമ്മുടെ കേരളത്തെ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റാൻ ഒരു പുതുയുഗ പിറവിക്ക് തിരശ്ശീല ഉയർത്തിക്കൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. നമ്മളിപ്പോൾ വെറും പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അധികാരത്തിലേക്ക് വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയാണ്. സ്വീകരണ യോഗത്തിൽ UDF മട്ടന്നൂർ മണ്ഡലം ചെയർമാൻ TV രവീന്ദ്രൻ അധ്യക്ഷനായി. UDF ചെയർമാൻ അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ MP, അബ്ദുൽ കരീം ചേലേരി, മാർട്ടിൻ ജോർജ്, ചന്ദ്രൻ തിലങ്കേരി, രാജീവൻ ഇളയവർ തുടങ്ങി UDFന്റെ വിവിധ നേതാക്കൾ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.